ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ തുനീസിയയ്ക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. 1-3 ഗോളുകൾക്കാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റാണ് നെതർലൻഡ്സിനുള്ളത്. എല്ലാ മത്സരവും തോറ്റ തുനീസിയ നേരത്തെ തന്നെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ടുണീഷ്യ 1 ഗോൾ മടക്കി. അസൈം മസ്തൗരിയാണ് ഗോളടിച്ചത്. മിനിറ്റുകൾക്കകം തന്നെ ഡച്ച് പടയുടെ മറുപടിയെത്തി. വാൻ ഹെക്കാണ് സ്കോറർ. അതോടെ 3-1 നെതർലൻഡ്സ് ജയമുറപ്പിക്കുകയായിരുന്നു. പിന്നീട് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ അവർക്കായില്ല. തോൽവിയോടെ ടീം പുറത്തായി. നെതർലൻഡ്സ് ഗ്രൂപ്പ് ജേതാക്കളായി അങ്ങനെ നോക്കൌട്ടിലേക്ക്. ഡച്ച് മുന്നേറ്റം തടയാനുള്ള ശ്രമത്തിനിടെ തുനീസിയൻ ക്യാപ്റ്റൻ ഏലിയാസ് സബ്ഗീരിയുടെ പക്കൽ നിന്നും പിറന്ന സെൽഫ് ഗോളിലാണ് നെതർലൻഡ്സ് ലീഡ് നേടിയത്. ആദ്യ ഗോളിന്റെ ഞെട്ടൽ മാറും മുൻപ് ഹോളണ്ട് രണ്ടാം ഗോളും നേടി. 7-ാം മിനിറ്റിൽ നായകൻ വിർജിൻ വാൻ ഡൈക്ക് നൽകിയ ഹെഡർ പാസിൽ നിന്ന് ബ്രയാൻ ബ്രോബി ബ്രോക്സിന്റെ മധ്യഭാഗത്തു നിന്ന് മികച്ചൊരു ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിച്ചു. ഇതോടെ ആദ്യ പകുതിയിൽ നെതർലൻഡ്സ് 2-0 മുന്നിലെത്തുകയായിരുന്നു. രണ്ടാം പകുതിയിൽ കളിയിലേക്ക് തിരിച്ചുവരാൻ തുനീസിയ ശക്തമായി ശ്രമിച്ചിരുന്നു. 54-ാം മിനിറ്റിൽ അവർ കാത്തിരുന്ന ആശ്വാസ ഗോൾ പിറന്നു. ഹാനിബാൾ മെജ്രി എടുത്ത കോർണർ കിക്ക് മികച്ചൊരു ഹെഡറിലൂടെ അസീം മസ്തൂരി വലയ്ക്കുള്ളിലാക്കി. ആദ്യ ഗോൾ വീണതിന്റെ ഞെട്ടൽ മാറും മുമ്പ് തന്നെ രണ്ടാം ഗോളും ഫ്രീ കിക്കിൽ നിന്നാണ് ഗോൾ പിറന്നത്. ക്രോസ് നൽകിയ പന്ത് വാൻ ഡൈക്ക് ഹെഡറിലൂടെ ബ്രയാൻ ബ്രോബിക്ക് നൽകി. താരം അനായാസം തന്നെ വലയിലാക്കി. അതോടെ 7-ാം മിനിറ്റിൽ തന്നെ നെതർലൻഡ്സ് 2 ഗോളുകൾക്ക് മുന്നിലാവുകയായിരുന്നു. തിരിച്ചടിക്കാനായി ടുണീഷ്യയും മുന്നേറ്റങ്ങൾ നടത്തി. 12-ാം മിനിറ്റിൽ അസീസ് സിമാനയുടെ ഷോട്ട് ഡച്ച് ഗോളി തട്ടിയകറ്റി. ടച്ച് മുന്നേറ്റം ശക്തമായതോടെ ടുണീഷ്യ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. മലനും ഗ്രാവൻബെർഷും കോഡി ഗാക്പോയും മികച്ച നീക്കങ്ങൾ നടത്തി. ടുണീഷ്യൻ ഗോൾ കീപ്പറുടെ മികവ് സേവുകളാണ് ടീമിന് രക്ഷയായത്. ആദ്യ പകുതി 2-0 നെതർലൻഡ്സ് മുന്നിട്ട് നിന്നു. ബോൾ പൊസിഷനും ഷോട്ടുകളിലും എല്ലാം നെതർലൻഡ്സ് ആണ് മുന്നിട്ട് നിന്നത്. എന്തായാലും തുനീഷ്യയ്ക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 1-3 ഗോളുകൾക്കാണ് ഇത്തരത്തിൽ ഡച്ച് പടയുടെ മുന്നേറ്റം. 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റാണ് നെതർലൻഡ്സ് നേടിയിട്ടുള്ളത്. എന്തായാലും ടുണീഷ്യ പുറത്തായിരിക്കുകയാണ്. നെതർലൻഡ്സ് ഗ്രൂപ്പ് ജേതാക്കളായി അങ്ങനെ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏലിയാസ് സബ്സിരിയുടെ പക്കൽ നിന്ന് പിറന്ന സെൽഫ് ഗോളിലാണ് ഇത്തരത്തിൽ നെതർലൻഡ്സ് ലീഡ് നേടിയത്.